പുതിയ ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാനൊരുങ്ങി ബി.ജെ.പി. ഈ മാസം 20-ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 19-ന് മുൻപ് നോമിനേഷൻ സമർപ്പിക്കണം. നിലവിൽ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന നിധിൻ നബിനാണ് ദേശീയ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ സാധ്യത. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, പുതിയ ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാൻ ബി.ജെ.പി. ഒരുങ്ങുമ്പോൾ സാധ്യതാ പട്ടിക എപ്രകാരമാണ്? രോഹിണി, ലോകത്ത് തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി 18 കോടിയിലധികം മെമ്പർമാരുള്ള ഭാരതീയ ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പിലൂടെ പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള റിട്ടേണിംഗ് ഓഫീസറായിട്ടുള്ള രാജ്യസഭാംഗം ഡോക്ടർ കെ ലക്ഷ്മൺ കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറത്തിറക്കിയിരുന്നു. ഈ മാസം 20-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. 19-ന് മുൻപ് നാമനിർദ്ദേശ പത്രിക നൽകാം. 20-ന് ഒന്നിൽ കൂടുതൽ നാമനിർദ്ദേശം ഉണ്ടെങ്കിൽ മാത്രം വോട്ടെടുപ്പ് നടക്കും. സാധാരണഗതിയിൽ ബി.ജെ.പിയിൽ ഒരു നാമനിർദ്ദേശം മാത്രമാണ് ഐക്യകണ്ഠേന തെരഞ്ഞെടുക്കുന്ന പതിവ് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഒരു നാമനിർദ്ദേശം മാത്രം എത്താറുള്ളത്. അതുകൊണ്ട് വോട്ടെടുപ്പ് ഒന്നിൽ കൂടുതൽ നാമനിർദ്ദേശം ഉണ്ടെങ്കിൽ മാത്രം 20-ന് വോട്ടെടുപ്പ് നടക്കും. അന്ന് തന്നെ പുതിയ ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കും. നിലവിൽ ബി.ജെ.പിയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായിട്ടുള്ള നിധിൻ നബിൻ തന്നെയായിരിക്കും ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുക എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. 2025 ഡിസംബറിലാണ് ബീഹാറിൽ നിന്നുള്ള നേതാവ്, കരുത്തുറ്റ ജനപ്രിയനായിട്ടുള്ള കഴിഞ്ഞ 2 പതിറ്റാണ്ടായി MLA ആയി വരുന്ന കഴിഞ്ഞ 5 വർഷം ബീഹാറിൽ മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുള്ള, ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നിധിൻ നബീൻ എന്ന പേര് അത്രയധികം സുപരിചിതമല്ല എങ്കിൽ പോലും ബീഹാറിലും ഒപ്പം സംഘടനാ പ്രവർത്തനത്തിലും കരുത്തുറ്റ നേതാവാണ് നിധിൻ നബീൻ. അദ്ദേഹത്തെ 2025 ഡിസംബറിലാണ് ബി.ജെ.പിയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റാക്കിയത്. അദ്ദേഹം നാമനിർദ്ദേശ പത്രിക നൽകും. 20-നാണ് പ്രഖ്യാപനം ഉണ്ടാവുക. ബി.ജെ.പിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് അനുസരിച്ച് 50% കൂടുതൽ, കുറഞ്ഞത് 50% സംസ്ഥാന തലങ്ങളിൽ സംസ്ഥാന അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കിയ ശേഷമാകണം ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. സംസ്ഥാന തലത്തിലെ സംഘടനാ തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ഒരുങ്ങുന്നത്. രോഹിണി, ശരി. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.